സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അമ്മയെ പോലെ താതൻ താലോലിച്ചണച്ചിടുന്നു, സമാധാനമായി കിടന്നുറങ്ങാൻ തൻ്റെ മാറിൽ ദിനം ദിനമാ, തൻ്റെ മാറിൽ ദിനം ദിനമാ. കഷ്ടങ്ങളേറിലും എനിക്കേറ്റമടുത്ത തുണയാ, കോരവൈരിൻ നടുവിലവൻ മേശനാമൊക്കൊരുക്കിയല്ലോ, മേശനാമൊക്കൊരുക്കിയല്ലോ. ഭാരത്താൽ വലഞ്ഞിടിലും തീരാരോഗ്യത്താൽ അലഞ്ഞിടിലും പിളർന്നിടുന്നോരാടി പിണരാ തന്നിടും നിരോഗ സൗഖ്യം, തന്നിടും നിരോഗ സൗഖ്യം. സഹായ ശൈലമാവൻ സംഗീതവും കോട്ടയും താ, നടുങ്ങിടുകിലായതിനാ തൻകരുണ ബഹുലമാവോ, തൻകരുണ ബഹുലമാവോ. സ്തോത്രം. വിശുദ്ധ വേദഭാഗം സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം 20 മുതലുള്ള ചില തിരുവചനങ്ങൾ. വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ, ധനവാനാകേണ്ടതിന് ബന്ധപ്പെടുന്നവനോ ശിക്ഷ വരാതിരിക്കയില്ല. മുഖദാക്ഷിണ്യം കാണിക്കുന്നത് നന്നല്ല, ഒരു കഷണം അപ്പത്തിനായും മനുഷ്യൻ അന്യായം ചെയ്യും. കണ്ണുകടിയുള്ളവൻ ധനവാനാകുവാൻ ബന്ധപ്പെടുന്നു, ബുദ്ധിമുട്ട് വരുമെന്ന് അവൻ അറിയുന്നതും ഇല്ല. ചക്കരവാക്ക് പറയുന്നവനേക്കാൾ ശാസിക്കുന്നവന് പിന്നീട് പ്രീതി ലഭിക്കും. അപ്പനോടോ അമ്മയോടോ പിടിച്ചു പറിച്ചിട്ട് അത് അതിക്രമമല്ല എന്ന് പറയുന്നവൻ നാശകന്റെ സഖി. അത്യാഗ്രഹമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ പുഷ്ടി പ്രാപിക്കും. സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢൻ, ജ്ഞാനത്തോടെ നടക്കുന്നവനോ രക്ഷിക്കപ്പെടും. ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിൽ ഉണ്ടാകയില്ല, കണ്ണ് അടച്ചു കളയുന്നവനോ ഏറിയൊരു ശാപം ഉണ്ടാകും. ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോൾ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു, അവർ നശിക്കുമ്പോഴും നീതിമാന്മാർ വർദ്ധിക്കുന്നു. ആമേൻ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാ സമൃദ്ധിയെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരു പ്രഭാതം കൂടി കാണുവാൻ തക്കൊണ്ട് ആയുസിന്റെ ഒരു ദിനം കൂടി നീട്ടി തന്ന കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രികാലം സുഖകരമായ ഉറക്കം തന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങളെപ്പോലെ ഉറങ്ങാൻ കിടന്ന എത്രയോ പേർ ഈ പ്രഭാതം കാണുവാൻ കഴിയാതെ പലവിധ ആപത്തുകൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ദുർമരണങ്ങൾ വഴി ഈ ലോകത്തത് മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കർത്താവ് കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കാത്തതിനായി പരിപാലിച്ചതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പ്രത്യേക പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥനാവിഷയങ്ങൾ സ്തോത്രത്തോടുകൂടി അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. നാഥാ, സ്വസ്ഥതയും സമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയാതിരിക്കുന്ന പലവിധ രോഗത്താലും ഭാരത്താലും ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് കർത്താവേ യേശുവിൻ്റെ സൗഖ്യവും വിടുതലും സമാധാനം നൽകണപ്പ. പാപമാണ് രോഗത്തിൻ്റെ പിന്നിലുള്ളത് എങ്കിൽ കർത്താവേ എൻ്റെ സകല പാപവും ക്ഷമിക്കുന്നൊരു യേശു കർത്താവിനോട് പാപങ്ങളേറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുവാനുള്ള നല്ല മനസ്സൊരുക്കം ഓരോ വ്യക്തികൾക്ക് നൽകണപ്പ. പാപത്തിൻ്റെ ശമ്പളം മരണം അത്രയും ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുമ്പോൾ പാപത്താൽ വന്നുപോയിട്ടുള്ള അലനയ സകല ശാപങ്ങൾ മാറ്റി സൗഖ്യം വിടുതലാശ്വാസവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലാതെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനാണ് എങ്കിൽ കർത്താവേ
ഈ പരീക്ഷാഘട്ടങ്ങൾ തരണം ചെയ്യുവാനുള്ള ദൈവകൃപക്ക് പകരണം കർത്താവെ. അല്ല പ്രകൃതിയിൽ നിന്നുള്ള രോഗങ്ങളാണെങ്കിലും കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ സൗഖ്യമാകുമല്ലോ കർത്താവെ. അപ്രകാരം ഏതവസ്ഥയിലുള്ളതാണെങ്കിലും പൂർണ്ണ സൗഖ്യത്തോടെ കർത്താവ് എനിക്ക് വലിയവ ചെയ്തു അത്ഭുത സാക്ഷികളായി തീരുവാൻ തക്കോണം സൗഖ്യവും വിടുതൽ സമാധാനങ്ങൾ നൽകണം. നിത്യജീവന് വേണ്ടി വരുവാൻ ആഗ്രഹിക്കുന്ന സകല ജനത്തിനും നിത്യജീവന്റെ പാതയിലേക്ക് തിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാൽ അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന് ദൈവത്തിൻ്റെ വചനം ചോദിക്കുമ്പോൾ ദൈവദാനമായി നൽകിയ ആത്മാവിനെ നഷ്ടമാക്കാതെ നിത്യസൗഭാഗ്യമായ സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ തക്കമാണ് നല്ല മനസ്സൊരുക്കം ഓരോ മക്കൾക്ക് നൽകണമപ്പ. കുടുംബത്തിൽ പലവിധ പ്രശ്നങ്ങളായി മദ്യത്തിന് മയക്കുമരുന്നിന് അടിമപ്പെട്ട് കർത്താവെ കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഓരോ മക്കൾക്ക് കർത്താവെ യേശുവിൻ്റെ സമാധാനം പകരണം കർത്താവ്. യേശു കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന് അരുളി ചെയ്ത യേശുവിൻ്റെ സമാധാനത്താൽ നിറയപ്പെടുവാനാണ് സഹായിക്കണം കർത്താവ്. അനുഗ്രഹിക്കണമേ, മാനിക്കണം കർത്താവെ. നാഥ, ജീവനുള്ള ദൈവത്തെ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കാൻ കഴിയാതെ ആരാധന സ്വാതന്ത്ര്യമില്ലാതെ ഞെരുക്കത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കണം കർത്താവെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോട് അന്യഭാഷയിൽ ആരാധിക്കുന്ന ദൈവജനത്തോട് ചേർന്ന് ദൈവത്തെ ആത്മാവിന് സത്യത്തിലും ആരാധിക്കുന്ന സത്യ നമസ്കാരികളായി തീരുവാൻ സ്വർഗത്തിലെ ഓരോ മക്കളെ സഹായിക്കണം കർത്താവെ. ഈ ലോകത്തിൻ്റെ പ്രഭു മനുഷ്യന്റെ ഹൃദയത്തെ കുരുടാക്കി അല്പകാലം മാത്രമേ പിശാചിനി ഭൂമിയിൽ വാസമുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് മനുഷ്യനെ ഹല്ലേലൂയ പാപത്തിന് അടിമപ്പെടുത്തി, മദ്യത്തിന് മയക്കുമരുന്നിന് അടിമപ്പെടുത്തി, ഹല്ലേലൂയ വിവിധ തരത്തിൽ ജീവനുള്ള ദൈവത്തിൽ നിന്ന് അന്യപ്പെടുത്തുന്നതായ എല്ലാ പൈശാചിക ശക്തിയുടെ പിടിയിൽ നിന്ന് വിടുവിച്ച് കർത്താവെ സ്വർഗീയ സമാധാനത്തോടെ ജീവനുള്ള ദൈവത്തെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന സത്യ നമസ്കാരികളായി നിത്യജീവന്റെ വഴിയിലേക്ക് തിരിയുവാൻ എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കണം കർത്താവെ. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഏത് സമയത്തും ഈ ലോകത്തൊന്ന് മാറ്റപ്പെടാവുന്ന ഓരോ മനുഷ്യരും ആണെന്ന് അടിയങ്ങൾ അറിയുന്നതാ. എന്നാൽ ഏത് സമയം മരിച്ചാലും എൻ്റെ ജീവിതത്തിലെ കുറവുകൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് യേശുവിനെ നാഥനും കർത്താവ് രക്ഷകനുമായി ഹൃദയത്തെ സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഹല്ലേലൂയ എൻ്റെ പാപത്തിന് വേണ്ടിയാണ് യേശു കാൽവരിക്കുരിശിൽ യാഗമായത് എന്നും മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുന്ന ദൈവമായി ജീവിക്കുന്നു എന്ന് നിത്യ നരകത്തിൽ നിന്നുള്ള രക്ഷയ്ക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നിത്യ നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ കഴിയുമല്ലോ കർത്താവ്. അപ്രകാരം സകല ജനവും രക്ഷയുടെ അനുഭവം പ്രാപിപ്പാനെന്ന് സഹായിക്കണമേ കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന വചനം പോലെ കുടുംബത്തിലെ ഒരു വ്യക്തിക്കെങ്കിലും ഈ യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥനയെ മാനിച്ച് കർത്താവ് കുടുംബത്തിലെ ബാക്കി എല്ലാവരെയും യേശുവിൻ്റെ അരികിലേക്ക് അടുപ്പിക്കുവാൻ അങ്ങ് ഹല്ലേലൂയ ഒരുക്കമായിരിക്കുക. നന്ദി പറയുന്ന കർത്താവെ, ജീവിതത്തിൽ കർത്താവെ ആമേൻ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തെ ആരാധിച്ച വ്യക്തി ജീവിതങ്ങൾ കർത്താവെ ഇന്ന് ദൈവത്തെ തള്ളി പറഞ്ഞ് ഈ ലോകത്തിന്റെ പ്രഭുവായ സാത്താനെ സേവിച്ച് നടക്കുമ്പോൾ കർത്താവെ ഏത് ദൈവമെന്ന് ചോദിക്കുന്ന മനുഷ്യർക്ക് കർത്താവെ ഹല്ലേലൂയ ദൈവത്തെ ഈ ജീവനുള്ള ദൈവത്തെ തള്ളിക്കളഞ്ഞത് തന്നെ ഏറ്റവും വലിയ പാപമായി അവർക്കായി തീരുവാനിടയാകാതെ കർത്താവെ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ജീവനുള്ള ദൈവത്തിലേക്ക് മടങ്ങി വരുവാനുള്ള മനസ്സൊരുക്കം ഓരോ മക്കൾക്കും അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥാ. കർത്താവിൻ്റെ സമാധാന സകല ഹൃദയങ്ങളെ നിറയുവാൻ അങ്ങ് സഹായിക്കണമേ. ഹൃദയത്തിനേറ്റ മുറിവുകളാലെ ഭാരത്തോടെ നിരാശയോടായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് പരിശുദ്ധാത്മാവാകുന്ന എണ്ണയും വീഞ്ഞും പകർന്ന് ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകണം കർത്താവ്. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞതായ ഈ ജീവനുള്ള ദൈവത്തെ മറ്റുള്ളവരിലേക്കും അത് പകർന്നു കൊടുക്കുവാൻ ഹല്ലേലൂയ യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവരെ അറിയിക്കുന്നവരായി തീരുവാൻ എല്ലാ ദൈവമക്കളെയും അങ്ങ് സഹായിക്കണം കർത്താവ്. കർത്താവിനെ ഹല്ലേലൂയ സുവിശേഷം അറിയിക്കാൻ ആഗ്രഹിച്ചിട്ട് കടന്നു പോകാൻ കഴിയാതെ ഭവനങ്ങളിൽ കർത്താവെ ഞെരുക്കത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്നവർക്ക് കർത്താവിൻ്റെ വിശാലതയിലേക്ക് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ഹല്ലേലൂയ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം അനുകൂല സാഹചര്യ കുടുംബങ്ങളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥാ. ഭൂലോകത്തൊക്കെ നടക്കുന്ന വിശുദ്ധന്മാരുടെ ആരാധനകൾ അനുഗ്രഹിക്കണം, സുവിശേഷ പ്രവർത്തനങ്ങൾ ഹല്ലേലൂയ ആമേൻ ട്രാക്ട് മിനിസ്ട്രികൾ എല്ലാം അനുഗ്രഹിക്കണം കർത്താവെ.
സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്നു. സുവിശേഷ വിരോധികൾ കാരണം കഷ്ടത അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ പരീക്ഷാഘട്ടം തരണം ചെയ്യുവാനുള്ള ദൈവകൃപ എന്ന് പറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥാ സ്തോത്രം 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 കർത്താവേ, സ്തുതിക്കുന്നു. അനുഗ്രഹിക്കണം, മാനിക്കണം കർത്താവേ. ലോകരാജ്യങ്ങളിൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കണമപ്പ. ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നപ്പ. ഇസ്രായേലിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ലോകരാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ ഹൃദയങ്ങളെ പിശാച് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ട ഹൃദയങ്ങളെ മാറ്റി യേശു വസിക്കുന്ന മാംസളമായ പുതിയൊരു ഹൃദയം ഹല്ലേലൂയ സകല ഭരണാധികാരികൾക്കും ഒന്ന് നൽകണം കർത്താവേ. ഹല്ലേലൂയ. യേശു സമാധാന പ്രഭുവായി ഓരോ വ്യക്തികൾക്കും രാജ്യങ്ങൾക്കും ഹല്ലേലൂയ സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. യുദ്ധങ്ങൾ കാരണം കഷ്ടത അനുഭവിക്കുന്ന അനേക ജനങ്ങളുണ്ടല്ലോ അനേക കുടുംബങ്ങളുണ്ടല്ലോ ഹല്ലേലൂയ. അവർക്കെല്ലാം യേശുവിൻ്റെ സമാധാനത്താൽ നിറയപ്പെടുവാൻ ആവശ്യമായ നന്മകളാൽ കർത്താവ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. യുദ്ധങ്ങളുടെ ഹല്ലേലൂയ ഇടയിലായിരിക്കുന്ന ഹല്ലേലൂയ അനേക പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അവരെല്ലായിരിക്കുന്ന സ്ഥാനത്ത് ഈശോപ്പല്ലാൻ്റെ ദൂതന്മാരെ അയച്ച് കാവൽ ചെയ്യണം. ആയുസ്സിനൊരു ദോഷവും വരാതെ വണ്ണം കാക്കണമേ, പരിപാലിക്കണം. കുടുംബങ്ങൾക്ക് സമാധാനവും ശാന്തതയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഈശ്വരൻ്റെ സമാധാന സകലർക്ക് നിറയപ്പെടുവാൻ ദൈവം സഹായിക്കണപ്പ. അനുഗ്രഹിക്കണമേ, മാനിക്കണം. ഇനി ഏതെല്ലാം വിഷയങ്ങൾക്ക് ഭാരത്തോടെ ആയിരിക്കുന്നു ആ വിഷയങ്ങൾക്കെല്ലാം പരിഹാരം നൽകി ദൈവം മാനിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. യേശുവിൻ്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. സ്തോത്രം.